കണ്ണൂരിൽ ജിജോ തില്ലങ്കേരിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജിജോ തില്ലങ്കേരി. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്ന വിവരങ്ങളുമായി. നിഖിൽ, ഏത് സാഹചര്യത്തിലാണ് കാപ്പ ചുമത്തിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് തന്നെയാണ് പോലീസിന്റെ ശുപാർശ അനുസരിച്ച് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ജില്ലാ കലക്ടർ കടന്നിരിക്കുന്നത്. 4 സ്റ്റേഷനുകളിലായി 20-ലേറെ കേസുകളിൽ പ്രതിയാണ് നിലവിൽ ജിജോ തില്ലങ്കേരി. ഇതിനെ തുടർന്നാണ് മുഴക്കുന്ന് പോലീസ് കണ്ണൂർ റൂറൽ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുകയും പിന്നീട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ കലക്ടർ കാപ്പ ചുമത്തി ഉത്തരവിടുകയും ചെയ്തത്. ഇന്ന് വൈകിട്ടോടുകൂടി ജിജോ തില്ലങ്കേരിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള കേസുകളും ജിജോയ്ക്കെതിരെ ചുമത്തിയിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ സജീവമായി നിൽക്കുന്ന സമയത്ത് CPIM-ന്റെ സൈബർ പോരാളി എന്ന നിലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു ജിജോ തില്ലങ്കേരി. ജിജോ തില്ലങ്കേരിയുടെ പോസ്റ്റുകളൊക്കെ അത്തരത്തിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടത് കൂടിയായിരുന്നു. പിന്നീട് DYFI ഉൾപ്പെടെ ഇവരെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ സംഘടനകളുമായുള്ള ബന്ധമൊക്കെ വിട്ട് കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം 4 പോലീസ് സ്റ്റേഷനുകളിലായി 20-ലേറെ കേസുകൾ ജിജോയ്ക്കെതിരെ നിലവിലുണ്ട്. ശരി, നിഖിൽ വിവരങ്ങൾ നൽകി.